ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. നമ്മളിന്ന് റെസിൻ കീച്ചൈൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കണായിട്ട് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മളിതിൻ്റെ മുന്നേ റെസിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കണ്ടാൽ മാത്രമാണ് ഇത് കണ്ടിട്ട് കാര്യമുള്ളൂ. ആ വീഡിയോയിലാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഏത് റെസിനാണ് യൂസ് ചെയ്യണത്, എത്ര മെഷർമെൻറ്റിൽ എടുക്കണം, എങ്ങനെയാണ് മിക്സിങ്ങും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബേസ് ലെയറിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി. അതിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്കാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ ഞാനത് സെറ്റ് ചെയ്യാം. പിന്നെ ഇതിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ബേസ് ലെയറിലേക്ക് നമ്മൾ ബബിൾ റിമൂവർ സ്പ്രേ ആണ് യൂസ് ചെയ്യണത്. ശേഷം നമ്മളിവിടെ 2 തരം പ്രിൻ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് വൺ വന്നിട്ട് ഒരു സ്റ്റിക്കർ പ്രിൻറ്റും, സെക്കൻഡ് വൺ വന്നിട്ട് ഒരു ട്രാൻസ്പാരൻറ്റ് പ്രിൻ്റാണ്. ഇത് രണ്ടും നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് സ്റ്റുഡിയോയിലേക്ക് അയച്ചു കൊടുത്തിട്ട് അവിടുന്ന് ഡയറക്റ്റായിട്ട് പ്രിൻ്റ് എടുത്താണ്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ബേസ് ലെയർ ക്രിയേറ്റ് ചെയ്തില്ലേ, അതിൻ്റെ മുകളിലേക്ക് 2 പ്രിൻറ്റും വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുന്നേ നമ്മൾ സ്പ്രേ ചെയ്തിക്കണമല്ലോ. ശേഷം നമ്മൾ റെസിൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് രണ്ടിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഈ ആയത്തെക്കുറിച്ചുള്ള സൈഡിലൊക്കെ ആയിട്ട് കുറച്ചും കൂടി ഭംഗി വരാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഫ്ലേക്സ് ഉണ്ട്. ഇതിപ്പോൾ വന്നിട്ട് റോസ് ഗോൾഡിൻ്റെ ഫ്ലേക്സ് ആണ്. ഇത് പലതരം കിട്ടും. റോസ് ഗോൾഡ് ഉണ്ടാവും, വൈറ്റ് ഉണ്ട്, സിൽവർ ഉണ്ട്, ഗോൾഡ് ഉണ്ട്. ഇത് നമ്മൾ 24 hours നമ്മളിത് റസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു. എന്നിട്ട് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് ഇതിപ്പോൾ കാണുന്നത്. ഇത് രണ്ടും വന്നിട്ട് ഇത്ര ക്രിസ്റ്റൽ ക്ലിയറിൽ കിട്ടാൻ കാരണം എന്ന് വെച്ചെങ്കിൽ ഞാൻ അതൊക്കെ ചെയ്തതിന് നമ്മൾ റെസിനൊക്കെ ഒഴിച്ചതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ബബിൾ റിമൂവർ സ്പ്രേ യൂസ് ചെയ്തിരുന്നു. പിന്നെ കൂടാണ്ട് ഞാനത് ഹീറ്റ് ഗണ്ണും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് ഇതിന് രണ്ടിനും ഹോളില്ല, കീ ചെയിൻ ഇടാൻ വേണ്ടിയിട്ടുള്ള ഹോളില്ല. ഹോളുള്ള മോൾഡ് ഉണ്ടായില്ല, പക്ഷെ ഞാൻ ഹോളില്ലാത്ത മോൾഡാണ് യൂസ് ചെയ്തത്. എങ്ങനെയെന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഫസ്റ്റ് ടൈം അല്ലേ. എന്നിട്ട് ഇതുപോലത്തെ ഒരു ഡ്രില്ലർ നമുക്ക് മേടിക്കാൻ കിട്ടും. നമ്മുടെ എല്ലാ ക്രാഫ്റ്റേഴ്സിൻ്റെ ഷോപ്പിലും മേടിക്കാൻ കിട്ടും. എന്നിട്ട് അതിലേക്ക് ഇതുപോലത്തെ ഒരു ബിറ്റ് ഇട്ട് കൊടുക്കുക. ബിറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങനെ അമർത്തിയാൽ മതി, അപ്പോൾ ഹോളായിക്കോളും. ശേഷം ഇതുപോലത്തെ ഒരു ഇതിനെന്താ പറയുക, ഒരു ബിറ്റ് എനിക്കറിയില്ല കേട്ടോ നല്ല പോലെ. അങ്ങനത്തെ നമുക്ക് ഇങ്ങനത്തെ ക്രാഫ്റ്റേഴ്സിൻ്റെ ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും. അത് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നന്നായി ടൈറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് പിന്നെയും പോരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലെക്സ് ക്യൂക്ക് യൂസ് ചെയ്തിട്ടൊന്ന് നന്നായി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ കീ ചെയിൻ്റെ ആക്സറീസും കാര്യങ്ങളൊക്കെ ഈ ബിറ്റിലേക്ക് അറ്റാച്ച് ചെയ്യിപ്പിക്കുക. അത് പിന്നെ എല്ലാവർക്കും അറിയണമല്ല, അതുകൊണ്ട് ഞാൻ വീഡിയോയിലൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പിന്നെ ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ